നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മലനാട് പ്ലാന്റേഷൻ എംപ്ലോയി സമ്മേളനത്തിന് കട്ടപ്പനയിൽ സമാപനം. സമാപന സമ്മേളനം കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കട്ടപ്പനയിൽ സമ്മേളനം സംഘടിപ്പിച്ചത്. 100 കണക്കിന് തൊഴിലാളികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഹൃദയാരോഗ്യ ദിനം. വരുന്ന 5 വർഷത്തിനിടെ കേരളത്തിലെ 50% ജനങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ പിടിയിലാകുമെന്ന് വിദഗ്ധർ. ഹൃദയാരോഗ്യത്തിന് അനുകൂല ജീവിത പരിസരം എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. ഓണം ടൂറിസം വാരാഘോഷത്തോടനുബന്ധിച്ച് സഞ്ചാരികൾക്കായി തുറന്ന ഇടുക്കി ഡാം നാളെ അടയ്ക്കും. ഇനി മുതൽ ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ പൊതു അവധി ദിവസങ്ങളിലും അണക്കെട്ടിൽ പ്രവേശനം അനുവദിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ആയിരക്കണക്കായ സഞ്ചാരികൾ എത്തുന്ന വാഗമൺ പൈൻവാലിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യ പ്രശ്നത്തോടൊപ്പം ടോയ്ലറ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. ജില്ലാ ആശുപത്രിയിലേക്കുള്ള ശുദ്ധജല സ്രോതസ് കാടുകയറി മലിനമായി. 1 വർഷമായി കുളവും പരിസരവും വൃത്തിയാക്കാത്തതുമൂലം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഉപയോഗശൂന്യമാണ്. ആരോഗ്യ വകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും കൺമുന്നിലാണ് ഇതെന്നത് അപഹാസ്യം. വാർത്തകളിലേക്ക് വിശദമായി. മലനാട് പ്ലാന്റേഷൻ എംപ്ലോയി സമ്മേളനത്തിന് കട്ടപ്പനയിൽ സമാപനം. സമാപന സമ്മേളനം കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കട്ടപ്പനയിൽ സമ്മേളനം സംഘടിപ്പിച്ചത്. 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് സമ്മേളനം സമാപിച്ചത്. 2 ദിവസങ്ങളിലായാണ് MB യൂണിയൻ വാർഷിക സമ്മേളനം നടന്നത്. ഞായറാഴ്ച രാവിലെ കട്ടപ്പന ടൗൺ ഹാളിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സമ്മേളന കാലയളവിന് ശേഷമുള്ള സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചും പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്തു. MB യൂണിയന്റെ പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് 3 മണിയോടെ ഇടുക്കി കവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും പ്രവർത്തകരും അണിനിരന്നു. പ്രകടനം കട്ടപ്പന പഞ്ചായത്ത് മൈതാനിയിൽ സമാപിച്ച ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗവും CPM ജില്ലാ സെക്രട്ടറിയുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ MM മണി പ്രതികരിച്ചത്. സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്ന നയങ്ങളാണ് BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്ന് MM മണി പറഞ്ഞു. തൊഴിലാളികൾക്ക്, കൃഷിക്കാർക്ക്, സാധാരണക്കാർക്ക്, ചെറുകിടക്കാർക്ക്, കച്ചവടക്കാർക്ക് രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും പ്രിയമുള്ളവരെ മോഡിയുടെ ഗവൺമെന്റ് വരുത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ VR സോദരൻ അധ്യക്ഷനായിരുന്നു. KK ജയചന്ദ്രൻ MLA, മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KS മോഹനൻ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി N ശിവരാജൻ, സ്വാഗത സംഘം കൺവീനർ KA മണി, CPM ലോക്കൽ സെക്രട്ടറിമാരായ VR സജീർ, ടോമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി ആരോഗ്യത്തിന് ഹാനികരം. ഇന്ന് ലോക ഹൃദയാരോഗ്യ ദിനം. വരുന്ന 5 വർഷത്തിനിടെ കേരളത്തിലെ 50% ജനങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ പിടിയിലാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ഹൃദയാരോഗ്യത്തിന് അനുകൂല ജീവിത പരിസരം എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. ഹൃദയാരോഗ്യത്തിന് അനുകൂലമായ ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ആഹ്വാനത്തോടെയാണ് ഇത്തവണത്തെ ഹൃദയാരോഗ്യ ദിനം ആചരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനിടെ ഇന്ത്യ പ്രമേഹ രോഗികളുടെയും ഹൃദ്രോഗികളുടെയും എണ്ണത്തിൽ ലോക ശരാശരിക്ക് മുകളിലെത്തും എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ലോക ഹൃദയ ദിനം ആചരിക്കുന്നത്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കുള്ള പെട്ടെന്നുണ്ടായ മാറ്റവും പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങളും ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്കാരിൽ 10 മുതൽ 15 വർഷം വരെ നേരത്തെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബാധിക്കുന്നതായാണ് പുതിയ കണക്കുകൾ. 25 മുതൽ 40 വയസ്സുവരെയുള്ളവരാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം ഹൃദയരോഗബാധിതർ. ഈ പ്രായത്തിലുള്ളവരിലെ ഹൃദ്രോഗങ്ങൾ മാരകവുമാണ്. ജീവിതശൈലി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരക്കാരിൽ ഹൃദ്രോഗം മൂലമുള്ള മരണനിരക്ക് വളരെയേറെ വർദ്ധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ക്രിയേറ്റിംഗ് ഹാർട്ട് ഹെൽത്തി എൻവയോൺമെൻറ്റ്, അതായത്
ഹൃദയ ആരോഗ്യത്തിന് അനുയോജ്യമായ ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾക്കറിയാം, അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളും ഹൃദ്രോഗികളും ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാവുകയാണ് ഇന്ത്യ. ഏകദേശം ഇതേ കണക്ക് തന്നെയാണ് കേരളത്തിലുള്ളത്. അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 50% ആൾക്കാരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഹൃദ്രോഗങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ പാശ്ചാത്യരെ അപേക്ഷിച്ച് ഒരു 10 മുതൽ 15 വർഷം വരെ നേരത്തെയാണ് ഇന്ത്യക്കാരിൽ ഹൃദ്രോഗം കണ്ടുവരുന്നത്. അതായത് 25 മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള കാലയളവിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യക്കാരിൽ വളരെയധികമാണ്. ഇതോടൊപ്പം ഭക്ഷണശീലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നും ഹൃദ്രോഗ വിദഗ്ധർ പറയുന്നു. കൊഴുപ്പ് കലർന്ന ആഹാരങ്ങൾ വർജിക്കുക, ആഹാരത്തിൽ കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക, വ്യായാമം ശീലമാക്കുക തുടങ്ങിയവയും ഹൃദ്രോഗബാധ തടയുന്നതിന് ആവശ്യമാണ്. പാരമ്പര്യമായി ഹൃദ്രോഗബാധയുള്ളവർ ആവശ്യമായ പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ നടത്തുകയും ചെയ്യണം. പുതിയ കാലത്തിൻ്റെ ജീവിത രീതികളും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമ്പോൾ ഹൃദയം സുരക്ഷിതമാക്കി ജീവിതവും സുരക്ഷിതമാക്കുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഹൃദയാരോഗ്യ ദിനം പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ ബിവിൻ ജോയുടെ ദൃശ്യങ്ങൾക്കൊപ്പം KM സിനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്. ഇനി റിവ്യൂ ടൈം. കേരളം ഗുരുതരമായ ഹൃദയാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴുകയാണ്. റിവ്യൂ ടൈമിൽ KM സിനോബി ചേരുന്നു ന്യൂസ് സെന്ററിൽ നിന്നും. സിനോബി, അടുത്ത 5 വർഷത്തിനുള്ളിൽ 50% പേർ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ വഴുതി വീഴുമെന്നാണ് റിപ്പോർട്ട്. അമിതമായ മദ്യപാനം, പുകവലി, ജീവിതശൈലിയിലുള്ള മാറ്റം ഇതൊക്കെ രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഈ ഗുരുതരമായ പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണാം? എന്താണ് പരിഹാര നിർദ്ദേശം? വരുന്ന 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെയും അല്ലെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകും. ഇത് ലോക ശരാശരിക്ക് മുകളിലായിരിക്കും എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ ഹൃദ്രോഗ ദിനത്തിൽ പുറത്തു വരുന്നത്. ജീവിതശൈലിയിലുണ്ടായ മാറ്റം, അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങളിലുണ്ടായ മാറ്റം, ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഹൃദ്രോഗത്തിൻ്റെ അളവ് വർദ്ധിക്കാൻ ഉള്ള കാരണം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ പാശ്ചാത്യരെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജനസംഖ്യയിൽ 25 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ആളുകളിലാണ് കൂടുതലായും ഹൃദ്രോഗബാധ കണ്ടുവരുന്നത്. ഇത്തരക്കാരിലുണ്ടാകുന്ന രോഗം വളരെ മാരകവുമാണ്. യഥാസമയം ചികിത്സിക്കാൻ അല്ലെങ്കിൽ വേണ്ട ശുശ്രൂഷകൾ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത്തരക്കാരിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും അതുപോലെ തന്നെ പുകവലി, മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതിൻ്റെയും വളരെ വലിയൊരു ആവശ്യകതയാണ് ഇപ്പോൾ ഈ ഹൃദയാരോഗ്യ ദിനം ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ വ്യായാമങ്ങൾ കുറഞ്ഞത്, ജീവിതശൈലി മാറിയതോടെ വ്യായാമങ്ങൾ കുറഞ്ഞത്, അതുപോലെ തന്നെ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുന്നത്, മാംസഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുകയും എന്നാൽ സസ്യാഹാരം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയങ്ങളാണ്. ഇതിനെതിരെ ഒരു ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വർഷം ഹൃദയാരോഗ്യത്തിന് അനുകൂലമായ ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ആപ്തവാക്യത്തോടെ ലോക ഹൃദയാരോഗ്യ ദിനം ആചരിച്ചത്. നന്ദി സിനോബി, ന്യൂസ് സെന്ററിൽ നിന്നും ചേർന്നതിന്. ഈ ഹൃദയാരോഗ്യ ദിനത്തിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ തന്നെ അനാരോഗ്യം വിളിച്ചു വരുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. ജില്ലാ ആശുപത്രിയിലേക്കുള്ള ശുദ്ധജല സ്രോതസ് കാട് കയറി മലിനമായി. 1 വർഷക്കാലമായി കുളവും പരിസരവും വൃത്തിയാക്കാത്തതുമൂലം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഉപയോഗശൂന്യമാണ്. ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികൃതരും ശുചിത്വ മിഷനും. എന്നാൽ ഈ കുളമെന്ന് കണ്ടാൽ ഈ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥതയും ഉത്തരവാദിത്വബോധവും മനസ്സിലാകും. ആയിരക്കണക്കിന് രോഗികളും നൂറുകണക്കിന് ജീവനക്കാരും എത്തുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ശുദ്ധജല സ്രോതസ്സാണ് ഇത്. ഈ കുളത്തിന് സമീപത്തു നിന്നും കാടുകൾ വളർന്ന് കുളത്തിലേക്കും വ്യാപിച്ചു.
കുളത്തിന്റെ ഭിത്തിയിൽ വളർന്നു തുടങ്ങിയ മരം വർഷങ്ങൾ കൊണ്ട് കുളത്തിന്റെ നല്ലൊരു ഭാഗവും കീഴടക്കി കഴിഞ്ഞു. കുളത്തിലേക്ക് ചപ്പുചവറുകളും മാലിന്യങ്ങളും വീണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കുളത്തിലേക്ക് ആരും എത്തി നോക്കിയിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ ആരോഗ്യവകുപ്പിന്റെ ജില്ലാ കാര്യാലയവും ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ പ്രധാന ഓഫീസും പ്രവർത്തിക്കുന്നതിന്റെ അങ്കണത്തിലാണ് ഈ മാലിന്യക്കുളം എന്നതും പ്രസക്തമാണ്. 2002 ഇടുക്കി MLA റോഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ കുളവും പമ്പ് ഹൌസും. പരിസരമാകെ കാട് കയറി പമ്പ് ഹൌസിലേക്കുള്ള ഒരു ഇടുങ്ങിയ വഴി മാത്രമാണ് ഇപ്പോഴുള്ളത്. സാംക്രമിക രോഗങ്ങളെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാമെന്ന് പ്രൈമറി സ്കൂൾ തലം മുതൽ ജില്ലാ കളക്ടർ വരെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിരിക്കുന്ന ഓഫീസായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ ഇവിടെയുണ്ടായിരുന്നത്. എന്നിട്ടും ഇക്കൂട്ടർ ആരും തന്നെ തങ്ങൾ ഉച്ചഭക്ഷണത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളം എത്ര മലിനമാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. കളക്ടറേറ്റിന് സമീപം പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് DMO ഓഫീസും NRHM ഓഫീസും മാറ്റുന്നതുവരെ ഇവിടെ ഉപയോഗിച്ചിരുന്നതും ഈ വെള്ളമായിരുന്നു. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകേണ്ട ആരോഗ്യവകുപ്പിന്റെ തന്നെ നിസ്സംഗത കൊണ്ട് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾ മലിനജലം ഉപയോഗിച്ച് തിരികെ പോകുമ്പോൾ ഒന്നിലധികം രോഗങ്ങളുമായി വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ ആശുപത്രിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൃദയാരോഗ്യ ദിനത്തിൽ ഹൃദ്രോഗ നിർണയ ക്യാമ്പോടെ നെടുങ്കണ്ടത്ത് സ്പർശം പദ്ധതിക്ക് തുടക്കമായി. യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനാവശ്യമായ മെഡിക്കൽ ക്യാമ്പുകളാണ് സ്പർശം എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. ആദ്യ ക്യാമ്പ് ഡോക്ടർ KM ചെറിയാൻ ഹാർട്ട് ഫൗണ്ടേഷന്റെയും പരിമല സെന്റ് ഗ്രിഗേറിയോസ് കാർഡിയാക് വാസ്കുലാർ സെന്ററിന്റെയും സഹായത്തോടെയാണ് നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ ഹൃദ്രോഗ നിർണയത്തിനുള്ള ECG, എക്കോ, TMT പരിശോധനകൾ നടന്നു. ക്യാമ്പ് DCC ജനറൽ സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KS അരുൺ അധ്യക്ഷനായിരുന്നു. പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി, VS അനീഷ് കുമാർ, മുകേഷ് മോഹൻ, ടോമി, പ്ലാവ് വെച്ചതിൽ, ദിലീപ്, അരുൺ അരവിന്ദ്, ഷൈജൻ, ശിവരാമസിൻഹ തുടങ്ങിയവർ പങ്കെടുത്തു. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആരോഗ്യ ജീവിതത്തിന് യുവത്വത്തിന്റെ കൈത്താങ്ങായാണ് യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പർശം പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത്. ഓണം ടൂറിസം വാരാഘോഷത്തോടനുബന്ധിച്ച് സഞ്ചാരികൾക്കായി തുറന്ന ഇടുക്കി ഡാം നാളെ അടയ്ക്കും. ഇനി മുതൽ ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ പൊതു അവധി ദിവസങ്ങളിലും അണക്കെട്ടിൽ പ്രവേശനം അനുവദിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഓണവും വിനോദസഞ്ചാര വാരാഘോഷവും പ്രമാണിച്ചാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാം സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരുന്നത്. ചെറുതോണി അണക്കെട്ടിന് മുകളിലൂടെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. കുറവൻ കുറത്തിമലകളും വൈശാലി ഗുഹയും 1/2 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കവുമെല്ലാം സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചയാണ് ഒരുക്കിയത്. ഇടുക്കി തടാകത്തിലൂടെ ബോട്ടിംഗും ക്രമീകരിച്ചിരുന്നു. 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തടാകത്തിലെ ബോട്ടിംഗ് അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. 5 പേരടങ്ങുന്ന ഒരു ടീമിന് ബോട്ടിംഗ് ചാർജായി നിശ്ചയിച്ചിരുന്നത് 600 രൂപയായിരുന്നു. 20 രൂപയായിരുന്നു അണക്കെട്ടിലേക്കുള്ള പ്രവേശന ഫീസ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികൾക്കായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. തീർച്ചയായിട്ടും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഓരോ ദിവസവും മോണിറ്റർ ചെയ്യും. ആൾക്കാരുടെ വരവിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വന്നു പോകുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ ഓണക്കാലത്ത് അണക്കെട്ട് സന്ദർശിക്കാൻ എത്തിയത്. ഇത് കണക്കിലെടുത്ത് ഇനി മുതൽ ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ പൊതു അവധി ദിവസങ്ങളിലും അണക്കെട്ടിൽ പ്രവേശനം അനുവദിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഇടവേളയ്ക്ക് ശേഷം ആയിരക്കണക്കായ സഞ്ചാരികൾ എത്തുന്ന വാഗമൺ പൈൻവാലിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യ പ്രശ്നത്തോടൊപ്പം ടോയ്ലറ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. വാർത്തകൾ തുടരുന്നു. കട്ടപ്പന 20 ഏക്കർ പാലത്തിൽ ടാറിംഗ് പൊളിഞ്ഞ് വൻ ഗർത്തം രൂപപ്പെട്ട അപകട ഭീഷണി ഉയർത്തുന്നു. 100 കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന പാതയിലാണ് ഈ അപകടക്കെണി. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ കപ്പൂച്ചിൻ പോർസിംഗുല ആശ്രമത്തിന് സമീപമാണ് അപകടം പതിയിരിക്കുന്നത്. പാലത്തിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഈ പൈപ്പ് തകർന്ന് റോഡിലേക്ക് വെള്ളം കുത്തിയൊലിക്കുകയാണ്. ഗർത്തത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആഴമറിയാതെ എത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. വിസ്തൃതി കുറഞ്ഞ പാലത്തിലൂടെ കടന്നുപോകാൻ കാൽനടയാത്രക്കാരും ബുദ്ധിമുട്ടുകയാണ്. കാലവർഷ സമയത്ത് പാലത്തിൽ മുഴുവനായി വെള്ളം കെട്ടിനിൽക്കും.
വിവിധ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കുമുള്ള വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി പാലം ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് ഗർത്തത്തിൽ പതിച്ച് അപകടം സംഭവിച്ചിരുന്നു. ടാറിൻ തകർന്നതോടെ മെറ്റലിളകി റോഡിൽ ചിതറിക്കിടക്കുകയാണ്. ഇത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ഇടയാക്കുന്നു. ഗർത്തം ഒഴിവാക്കി വാഹനങ്ങൾ വരുമ്പോൾ മറുവശത്തേക്ക് കൂടിയുള്ള വണ്ടികൾ നിർത്തിയിടേണ്ട സാഹചര്യവുമുണ്ട്. ആയിരക്കണക്കായ സഞ്ചാരികൾ എത്തുന്ന വാഗമൺ പൈൻ വാലിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യ പ്രശ്നത്തോടൊപ്പം ടോയ്ലറ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. കേരളത്തിലെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഗമൺ പൈൻ വാലിയിൽ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. നിലവിൽ 2 മാലിന്യ കുഴികൾ പൈൻകാടിനുള്ളിൽ ഉണ്ടെങ്കിലും ഇത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പൈൻ വാലി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ നിയന്ത്രിക്കുവാനും വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകുവാനും ആളുകളില്ലാത്തതാണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നത്തിൻ്റെ കാരണം. സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായിരിക്കുകയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. വിനോദസഞ്ചാരികളിൽ പലരും കൂട്ടത്തോടെ പൈൻവാലിയിൽ മദ്യപിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാൻ ഇടയാകുന്നു. മാലിന്യ പ്രശ്നത്തോടൊപ്പം ടോയ്ലറ്റുകൾ, പാർക്കിംഗ് സൗകര്യം, റോഡ് എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇവിടെ ലഭ്യമല്ല. അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സെക്യൂരിറ്റി ഗാർഡുകളെയും നിയമിച്ചാൽ ഒരു പരിധിവരെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും. ഓരോ ദിവസവും നിരവധി ആളുകൾ വാഗമൺ സന്ദർശിക്കാൻ എത്തുമ്പോൾ എത്രയൊക്കെ വർണ്ണിച്ചാലും ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇടുക്കി നെറ്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബിനു ജോർജിനോടൊപ്പം ബിബിൻ ജോയ്. മാട്ടുതാവളം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഇടവക ട്രസ്റ്റിയായ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ഓട്ടോ ടാക്സി പണിമുടക്ക് ദിവസത്തിലാണ് മാട്ടുതാവളം പാലക്കുഴിയിൽ സിജോസ് കറിയയ്ക്ക് മർദ്ദനമേറ്റത്. മാട്ടുതാവളം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഇടവക ട്രസ്റ്റിയായ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഓട്ടോ ടാക്സി പണിമുടക്ക് ദിനത്തിൽ സ്വന്തം ഓട്ടോറിക്ഷയിൽ ഏലക്ക വിൽക്കാൻ പോകുന്നതിനിടെയാണ് മാട്ടുതാവളം പാലക്കുഴിയിൽ സിജോസ് കറിയെ ചിലർ മർദ്ദിച്ചത്. രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് പ്രതികളെ പിടികൂടാത്തതെന്നും 4 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും പള്ളി വികാരി ഫാദർ ടി.വി. വർഗീസ് തെക്കേക്കുന്നത്ത് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പോൾ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ജോസഫ് ചെറ്റയിൽ, SNDP ശാഖാ സെക്രട്ടറി കെ രാജപ്പൻ, റോബിൻ കാരക്കാട്ട്, VK കുഞ്ഞുമോൻ, KP കേശവൻ, VK സാബു, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി ഫോക്കസ് ഇടുക്കി. ദൃശ്യം തമിഴ് പതിപ്പിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ പുരോഗമിക്കുന്നു. കമലഹാസൻ, ഗൗതമി, കലാഭവൻ മണി എന്നിവരാണ് ദൃശ്യം തമിഴ് പതിപ്പിലെ പ്രധാന താരങ്ങൾ. ഫോക്കസ് ഇടുക്കി. ദൃശ്യത്തിന്റെ ലൊക്കേഷൻ ഒരുക്കിയ മലങ്കര തടാക തീരത്തെ കൈപ്പക്കവലയിലും വഴിത്തലയിലും തന്നെയാണ് തമിഴ് പതിപ്പിന്റെയും ചിത്രീകരണം. പോലീസ് സ്റ്റേഷൻ, ചായക്കട, STD ബൂത്ത് ഉൾപ്പെടെയുള്ള സെറ്റുകളെല്ലാം കൈപ്പക്കവലയിലാണ് ഒരുക്കിയത്. തമിഴ്നാട്ടിലെ ചിത്രീകരണം പൂർത്തിയാക്കിയാണ് സിനിമാ ടീം തൊടുപുഴയിലെത്തിയത്. 1 മാസമാണ് ഇവിടെ ചിത്രീകരണം നീണ്ടുനിൽക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം കമൽഹാസൻ ലൊക്കേഷനിൽ തന്നെ ഉണ്ടാവും. ദൃശ്യം സംവിധാനം ചെയ്ത ജിത്തു ജോസഫ് തന്നെയാണ് തമിഴ് റീമേക്കിന്റെയും പിന്നിൽ. കമലഹാസനൊപ്പമുള്ള സിനിമാ പ്രവർത്തനം മറക്കാൻ കഴിയാത്തതാണെന്ന് ജിത്തു ജോസഫ് പറയുന്നു. ഒരു പ്രൊഫസറുടെ മുമ്പ് നിൽക്കുന്ന ഒരു LKG-കാരൻ്റെ അവസ്ഥയാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇടപെടും അങ്ങനെയാണ്. പക്ഷേ ഫസ്റ്റ് ആ സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് ക്യാരക്ടറൈസേഷൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. തമിഴ് കൾച്ചർ വെച്ചിട്ടുള്ളത് അത് വളരെ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ബാക്കി വലിയൊരു ചേഞ്ചസ് ഒന്നും ഈ കഥയിലില്ല. ഇപ്പോൾ ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞപ്പം വളരെ കംഫർട്ടബിളാണ്. കാരണം അദ്ദേഹം ഇപ്പം നമ്മൾ 7 മണിക്ക് വരാൻ പറഞ്ഞാൽ അത് 7 മണിക്ക് വരും. എന്താ പറയുക, വേറെ കാര്യങ്ങളിലുള്ള ഇടപെടലോ ഒന്നുമില്ല. അദ്ദേഹം പൂർണ്ണമായും എന്നെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു ടെൻഷനും എനിക്കുണ്ട്. ഗൗതമിയാണ് ചിത്രത്തിലെ നായിക. കലാഭവൻ മണി പ്രധാന വേഷത്തിൽ എത്തുന്നു. ദൃശ്യത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ ചിത്രീകരണം അടുത്തിടെ ഇതേ ലൊക്കേഷനിൽ പൂർത്തിയായിരുന്നു. ദൃശ്യം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കട്ടപ്പന അർബൻ ബാങ്കിൽ സ്ഥാപക അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ബാങ്കിന്റെ 36ാമത് വാർഷിക പൊതുയോഗത്തിലാണ് അംഗങ്ങളെ ആദരിച്ചത്.
36ാമത് വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് ബാങ്കിന്റെ സ്ഥാപക അംഗങ്ങളായ 12 പേരെ ആദരിച്ചത്. 1977-ൽ ബാങ്ക് പ്രവർത്തനത്തിന് അടിത്തറയിട്ട മുൻ തലമുറയുടെ പ്രതിനിധികളും കട്ടപ്പനയുടെ വികസനത്തിന് ഗണ്യമായ സംഭാവന നൽകിയവരുമായ സ്ഥാപകാംഗങ്ങളുടെ സംഭാവനയെ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് EM അഗസ്തി മുക്തകണ്ഠം പ്രശംസിച്ചു. യോഗത്തിൽ വൈസ് ചെയർമാൻ തോമസ് സെബാസ്റ്റ്യൻ, ജനറൽ മാനേജർ ഇൻചാർജ് EJ ജോസഫ്, ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് MK തോമസ്, ഫിലിപ്പ് മലയാറ്റ്, ഷമേജ് K ജോർജ്, ജാൻസി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. CPI മേപ്പാറ ബ്രാഞ്ച് സമ്മേളനം നടന്നു. CPI ജില്ലാ കമ്മിറ്റി അംഗം VP കുട്ടപ്പൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സമ്മേളനത്തിന് CT സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ TR ശശിധരൻ, KR ജനാർദ്ദനൻ നായർ, ശ്രീസൻ, വിജയകുമാരി ജയകുമാർ, സിബിച്ചൻ TB, വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ കോട്ടങ്ങളെ സംബന്ധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് ഈ പാർട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്യും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ നാളെ വണ്ടൻമേട് വില്ലേജ് ഓഫീസ് ഉപരോധിക്കും. BJP സംസ്ഥാന സമിതി അംഗം MI രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. IAY ഭവന നിർമ്മാണ പദ്ധതിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കൈവശരേഖ നൽകുക, SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി തെളിയിക്കുന്ന സ്വന്തം രേഖ ഉപയോഗിച്ച് ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുക, ഉപാധിരഹിത പട്ടയം നൽകുക, സർട്ടിഫിക്കറ്റുകൾ കാലതാമസം വരുത്താതെ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നത്. IAY പ്രകാരം ഭവന നിർമ്മാണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കൈവശരേഖ നൽകുന്നതിൽ കളക്ടറും തഹസീൽദാരും അനാസ്ഥ കാട്ടുകയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. നിർധനരോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സമിതി അംഗം MI രവീന്ദ്രൻ ഉപരോധം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് പാറയിൽ, G ശിവകുമാർ, K അറുമുഖം, K കുമാർ, GP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ കർഷക പ്രക്ഷോഭ ദിനത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ 4 വരെ നെടുങ്കണ്ടത്ത് കൂട്ട സത്യാഗ്രഹം നടക്കും. വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. അർഹരായവർക്കെല്ലാം പട്ടയം നൽകുക, ജനങ്ങളുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുത്തുന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ ഭീഷണി അവസാനിപ്പിക്കുക, ജില്ലയ്ക്ക് നഷ്ടപ്പെട്ട കാർഷിക പാക്കേജ് പുതുക്കി നൽകുക, 2013 വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, ഏലം 2000 രൂപയ്ക്കും റബ്ബർ 200 രൂപയ്ക്കും സർക്കാർ സംഭരിക്കുക തുടങ്ങിയ 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. ഈ സാഹചര്യങ്ങളിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയെ പൊതുവായി എടുക്കുമ്പോൾ കുറേ റബ്ബർ മേഖല വരുമെങ്കിലും ബാക്കി വരുന്നത് കൂടുതലും തേയില, കുരുമുളക്, ഏലം തുടങ്ങിയിട്ടുള്ള മേഖലകൾ. അപ്പോൾ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃഷിക്കാർക്ക് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവി കാണുവാൻ കഴിയും. സമരം CPI കേന്ദ്ര നിർവാഹക സമിതി അംഗം കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജോയി അമ്പാട്ട് അധ്യക്ഷനായിരിക്കും. ഉച്ചകഴിഞ്ഞ് 1 മണിക്ക് നടക്കുന്ന കർഷക സെമിനാർ LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്യും. PK സദാശിവൻ മോഡറേറ്ററായിരിക്കും. മാത്യു വർഗീസ് വിഷയാവതരണം നടത്തും. ജോയ്സ് ജോർജ് MP, MLA-മാരായ റോഷി അഗസ്റ്റിൻ, ES ബിജിമോൾ, EM അഗസ്തി, MM മണി, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയിൽ, ശ്രീനഗർ രാജൻ, ജിജി K ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും. നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജോയി അമ്പാട്ട്, PK സദാശിവൻ, MR രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 20,200 രൂപ, 1 ഗ്രാം 2,525 രൂപ, വെള്ളി ഗ്രാമിന് മാറ്റമില്ല 60 രൂപ. ഇനി കമ്പോള വാർത്തകൾ. വണ്ടൻമേട് ഗ്രീൻ ഗോൾഡിൽ നടന്ന ഏലക്ക ലേലത്തിൽ 13,590 കിലോ കായ് പതിഞ്ഞു. കൂടിയ വില 879 രൂപ, കുറഞ്ഞ വില 744 രൂപ. ഏലം വിപണിയിൽ കൂടിയ വില 750 രൂപ, കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് 630 രൂപ, കാപ്പി 135 രൂപ, റബ്ബർ 110 രൂപ, ഗ്രാമ്പൂ 975 രൂപ, കൊക്കോ 37 രൂപ, ജാതി 290 രൂപ, ജാതിപത്രി 900 മുതൽ 1000 രൂപ വരെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മലനാട് പ്ലാന്റേഷൻ എംപ്ലോയി സമ്മേളനത്തിന് കട്ടപ്പനയിൽ സമാപനം. സമാപന സമ്മേളനം കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കട്ടപ്പനയിൽ സമ്മേളനം സംഘടിപ്പിച്ചത്. 100 കണക്കിന് തൊഴിലാളികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഹൃദയാരോഗ്യ ദിനം. വരുന്ന 5 വർഷത്തിനിടെ കേരളത്തിലെ 50% ജനങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ പിടിയിലാകുമെന്ന് വിദഗ്ധർ. ഹൃദയാരോഗ്യത്തിന് അനുകൂല ജീവിത പരിസരം എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. ഓണം ടൂറിസം വാരാഘോഷത്തോടനുബന്ധിച്ച് സഞ്ചാരികൾക്കായി തുറന്ന ഇടുക്കി ഡാം നാളെ അടയ്ക്കും. ഇനി മുതൽ ശനി, ഞായർ ദിവസങ്ങളിലും
എല്ലാ പൊതു അവധി ദിവസങ്ങളിലും അണക്കെട്ടിൽ പ്രവേശനം അനുവദിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ആയിരക്കണക്കായ സഞ്ചാരികളെത്തുന്ന വാഗമൺ പൈൻവാലിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യ പ്രശ്നത്തോടൊപ്പം ടോയ്ലറ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. ജില്ലാ ആശുപത്രിയിലേക്കുള്ള ശുദ്ധജല സ്രോതസ് കാടുകയറി മലിനമായി. 1 വർഷമായി കുളവും പരിസരവും വൃത്തിയാക്കാത്തതുമൂലം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഉപയോഗശൂന്യമാണ്. ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും കൺമുന്നിലാണ് ഇതെന്നത് അപഹാസ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.